ചേച്ചി ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു, എന്നാൽ ഞാൻ പോയിക്കോട്ടെ. ആ ഇത്ര പെട്ടെന്ന് നിന്റെ പണി കഴിഞ്ഞോ? നീ വരലും പോകലും ഒക്കെ ഒരുമിച്ചായിരുന്നല്ലോ. നിന്നോട് ഞാൻ ബാക്കിൽ മുറ്റിച്ച് തമ്മണ്ട സത്യായിരുന്നു. തുണി കഴുകിയിട്ടായിരുന്നോ? ആ എല്ലാം കഴിഞ്ഞു ചേച്ചി. ഇന്ന് നല്ലോണം പണിയുണ്ടായിരുന്നു, നല്ലോണം മടുത്തു പോയി. രസിച്ചിട്ട് വയ്യ, വീട്ടിൽ പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ചോറ് തരുന്നുണ്ടല്ലോ. നീ തിന്നാതെല്ലാം പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകുന്നോണ്ടല്ലേ നിനക്ക് വിശക്കുന്നേ? അത് ചേച്ചി, ഇവിടുത്തെ പോലത്തെ നല്ല ചോറും കറിയൊന്നും എൻ്റെ വീട്ടിലില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ചോറും കറിയും കൊണ്ടുപോയിട്ട് എൻ്റെ മോൾക്ക് നല്ല സന്തോഷം. എനിക്ക് പിന്നെ പഴയതിനാണെന്ന് കുറിച്ചാണെന്ന് കുഴപ്പമില്ല, എനിക്ക് ശീലമായി. പക്ഷെ മോൾക്കതല്ലല്ലോ, അതുകൊണ്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നതിനിടയിൽ ഇവിടുത്തെ വല്ല സാധനം പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നുണ്ടോടി? അയ്യോ ചേച്ചി എന്തീ പറയുന്നേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ആ ചെയ്യാതിരുന്നാൽ നിനക്ക് നല്ലത് ചേച്ചി. പിന്നെ എനിക്കൊരു 1000 രൂപ തരുമോ? എൻ്റെ മോൾക്ക് ഡാൻസിന് ചേർന്ന് ഭയങ്കര ആഗ്രഹം. അവൾ നല്ലോണം കളിക്കും. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. എൻ്റെ ഈ മാസം സാലറി കുറിച്ചിട്ട് എനിക്ക് 1000 രൂപ തരാൻ പറ്റുമോ? ഓ നിന്റെ മോൾ ഇനി ഡാൻസിന് പോകാനിട്ടാ? പൈസ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നിൽക്കാൻ പഠിക്കണം തള്ളയും മോളും. വേലക്കാരിൻ്റെ മോള് വേലക്കാരിയായിട്ടിരുന്നാൽ മതി. ഈ ഡാൻസിന് കയറാൻ പോകുന്നു. എൻ്റെ മോളെ ഞാൻ വരുന്നത് കാത്തിരിക്കുക. നാളെ ഞാൻ അവളെ ഡാൻസിൽ കൊണ്ട് ചേർക്കാമെന്ന് വാക്ക് പറഞ്ഞു ചേച്ചി. ഈ പ്രാവശ്യം കൂടി ഒന്ന് തരുമോ? ഇനി ഈ പേരും പറഞ്ഞ് നീ ഇവിടെ നിൽക്കണമെന്നില്ല, നിനക്ക് വീട്ടിൽ പോവാം. ആ സുഷമ എന്താടി? ആ പിന്നെ അതെനിക്കറിയില്ലേ, നമ്മുടെ ക്ലബിന്റെ വാർഷികല്ലേ, ഒട്ടും മോശമാക്കരുത്. ഫണ്ട് എനിക്കൊരു പ്രശ്നമല്ലല്ലോടി, എത്ര വേണമെങ്കിലും എഴുതിക്കോ, അതൊന്നും കുഴപ്പമില്ല. നീ എത്രയാണെന്ന് വെച്ചാൽ എഴുതിയിട്ട് ബില്ലിങ് കൊണ്ട് ഇട്ടാൽ മതി, ഞാൻ പേ ചെയ്തോളാം. ആ ഓക്കെ എന്നാൽ ശരി.